അസ്സലാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ റവ കേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിതിനെ ഇവിടെ തരിപ്പോള എന്നാണ് പറയുക. റവയെ തരിയെന്നും നമ്മൾ പറയാറുണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ സ്പോഞ്ച് കേക്ക് പോലെ തന്നെയാണ്, പക്ഷേ ഈ തരി കൂടെ ചേർക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റും ഫ്ലേവറും വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ സ്വീറ്റ് തരിപ്പോള ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ യൂട്യൂബ് ചാനൽ പുതിയതായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സൈഡിൽ കാണുന്ന ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ അല്ലേ. അപ്പം റവ കേക്കിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഞാൻ എഗ് വൈറ്റും യെല്ലോവും സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വൈറ്റ് ഒരു ബൗളിലും യെല്ലോ വേറൊരു ബൗളിലും ഇട്ടു. പക്ഷേ കുറച്ച് യെല്ലോ ഈ ഒരു വൈറ്റ് പാർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഫ്ലഫി ആവുമോ എന്നറിയില്ല. എന്നാലും നമുക്കൊന്ന് അടിച്ചു നോക്കാം കേട്ടോ. അപ്പം ഞാനിപ്പം എഗ് വൈറ്റിലേക്കും യെല്ലോയിലേക്കും ഓരോന്നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം എഗ് വൈറ്റ് ഒന്ന് നന്നായി അടിച്ചെടുക്കാം. ഈ എഗ് വൈറ്റിലേക്ക് ഞാനിപ്പം ഒരു 1/4 ടീക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടക്കിടക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഫ്ലഫി ആക്കി എടുക്കാം. മുട്ടയുടെ വെള്ളയും മഞ്ഞയും രണ്ടും സെപ്പറേറ്റായി ബീറ്റ് ചെയ്തിട്ട് പിന്നെ രണ്ടും മിക്സാക്കി അങ്ങനെ കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ശരിക്കും ഞാൻ രണ്ടും സെപ്പറേറ്റായി ബീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളയിലേക്ക് കുറച്ച് മഞ്ഞ കലർന്നു പോയിട്ടുണ്ട്. അപ്പം ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് മിക്സാക്കി ബീറ്റ് ചെയ്തെടുത്തു. ചൂടല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഞാൻ ഫ്രിഡ്ജിലും വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അങ്ങ് വിട്ടുപോയി. ഒരുമിച്ച് ബീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ചുകൂടെ പഞ്ചസാര വേണം, കാരണം മഞ്ഞയിൽ നമ്മൾ എന്തായാലും ചേർക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ നന്നായി ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വനില ഫ്ലേവേർഡ് എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തരി ചേർത്ത് കൊടുക്കാം. തരി എന്ന് പറയുന്നത് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് മിക്സ് ആക്കിയെടുക്കാം. ഇതിപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. മൈദയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഒരു ബീറ്റർ വേണമെന്നില്ല, ജസ്റ്റ് ഒരു റബ്ബർ സ്പെറ്റുല ഇതുപോലെയുള്ള ഒരു റബ്ബറിൻ്റെ ഒരു സ്പൂണ് വെച്ചുകൊണ്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പം റവ ചേർത്തതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവയിലേക്ക് കുറച്ച് തൈര് ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ തൈര് ചേർത്തത്. ഇനി എല്ലാം ഒന്നുകൂടെ നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് കേക്കാക്കി എടുക്കാം. അപ്പോൾ അതിന് ഞാനിപ്പം നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് പാനിലേക്ക് നന്നായി എണ്ണ തടവി കൊടുത്തിട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റോളം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ സാധാരണ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ പാനിന് അടിയിലേക്ക് വെക്കാനായിട്ടൊരു ചെറിയൊരു മൂടി വെക്കാറുണ്ട്. അത് സ്ഥിരമായിട്ടുള്ളതാണ്. അതിന് വേറെ ഒന്നിനും യൂസ് ചെയ്യൂല അത്, കാരണം പെട്ടെന്ന് ഹീറ്റ് കൂടിയിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു തട്ടം കൂടെ വെച്ച് കൊടുത്തിട്ട് പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കൂല. ഇപ്പം നമ്മുടെ തരി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തരിപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിന് മുമ്പ് ഒന്ന് മുകൾ ഭാഗം ഒന്ന് ആറി കിട്ടിയെന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഈ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുറച്ച് മാത്രം, ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് മാത്രം ചെയ്തതാണ്. അപ്പം നമ്മുടെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇത് മുഴുവനായി അടച്ചു വെക്കുന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ആവി പുറത്തൊക്കെ പോയിട്ടൊന്ന് ചൂടാറാനായിട്ട് ഇങ്ങനെ വെക്കാം. അപ്പോൾ ചൂടാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ സമയം ഞാനിപ്പം കുറച്ച് പാലിലേക്ക് പഞ്ചസാര ഇട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു മിക്സ് നമുക്ക് എന്ത് ചെയ്യാം, റവ കേക്കിന് മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നന്നായി പഞ്ചസാരയും പാലും മിക്സാക്കിയിട്ട് ഈ ചൂടാറി വന്ന റവ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം അങ്ങനെയും സെർവ് ചെയ്യാം.
അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ കേക്കാണിത്. അപ്പം എല്ലാവർക്കും ഈ കേക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളിത് എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ വളരെ സ്പോഞ്ചി ആയിട്ടുള്ള റവ കേക്ക് അല്ലെങ്കിൽ തരിപ്പോള ഇവിടെ റെഡിയായി. ഈ ഒരു റവ കേക്ക് ഞാനിപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ നോമ്പിനെങ്ങാനും പോസ്റ്റ് ചെയ്യേണ്ട ഒരു റവ കേക്ക് ആയിരുന്നു ഇത്. കാരണം അന്ന് എനിക്ക് ഇതിലുള്ള വീഡിയോസിൻ്റെ ചെറിയ ചെറിയ പാർട്സൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ അന്ന് എനിക്ക് ആ ഒരു വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വീഡിയോ എടുക്കാനൊന്ന് നോക്കിയതാണ്. അപ്പോൾ കുറച്ച് സ്പീഡൊക്കെ ആയിപ്പോയത് കൊണ്ടാണ് ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒക്കെ ഒന്ന് ക്ലാഷ് ആയിപ്പോയത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കുക. ആ മെയിൽ ID ആണ് ഞാനിപ്പം കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയൂ. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമോൻസ് കിച്ചൺ.